വിജ്ഞാന കേരളം നേരിട്ട് ആരെയും റിക്രൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ ജോലിക്ക് ഗൾഫിൽ പോരാൻ തയ്യാറുള്ളവര് അവർക്ക് എംപ്ലോയേഴ്സിനുമായിട്ട് ബന്ധപ്പെടാനൊരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതോടൊപ്പം അവർക്ക് ആവശ്യമായ പരിശീലനവും നൽകുന്നു. ഇത് ചെയ്യുന്നത് നോർക്കയും ഒഡെപെക്കുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ്. അവർ റിക്രൂട്ടിംഗ് ഏജൻസികൾ കൂടിയാണ്. അവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. അവർക്ക് എക്സ്പീരിയൻസ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അത് വളരെ പരിമിതമായ രീതിയിലാണ് അവരെ കിട്ടുന്ന ചാൻസുകൾ അവർ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിമേൽ അങ്ങനെയല്ല. നമ്മൾ ക്യാമ്പയിൻ നടത്തി അവസരമുണ്ട്, ഞങ്ങൾ കണ്ടുപിടിക്കാം, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വരൂ എന്ന് പറഞ്ഞ് സാധാരണത്തിൽ 1000-2000 പേരെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വഴി ഈ ഒരു വർഷം 1,00,000 പേരെങ്കിലും ഇങ്ങനെ വിദേശ ജോലി നൽകാൻ പറ്റുമെന്നാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് നമ്മുടെ കോളേജിന് പുറത്ത് പഠിത്തം പൂർത്തിയാക്കിയവർ എന്ത് ചെയ്യും? അവർക്ക് ജോലി എങ്ങനെ കൊടുക്കുന്നത്? അതിന് തൊഴിൽ മേളകൾ നേരത്തെ സംഘടിപ്പിച്ചിരുന്നു. അത് ഇന്ന് കൂടുതൽ വിപുലമായ രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അത് തുടരുന്നുണ്ട്. മൂന്നാമത്തത് ഗൾഫിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. ഗൾഫിൽ ജോലി അവസരങ്ങൾ കുറഞ്ഞു വരികയാണെന്ന് പറഞ്ഞ് ശരി, സ്വദേശവൽക്കരണത്തിന്റെ എല്ലാം. പക്ഷേ അതുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ എഫേർട്ട് വേണ്ടി വരുന്നത്. പണ്ട് നമുക്ക് ഒരുപാട് അവസരമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളും ബാക്കിയുള്ളതൊക്കെ ഉപയോഗപ്പെടുത്തി ഇങ്ങോട്ട് വരാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തില് നമ്മുടെ കുടിയേറ്റം അത് നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഒരു പ്രത്യേക പിന്തുണ കൊടുക്കണം എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് 4ാമത്തെ ട്രാക്ക് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തില് ഉള്ള സ്ത്രീകളിൽ തൊഴിൽ പ്രായത്തിലുള്ളവര് 20% വീടിന് പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്. പുരുഷന്മാരുടെ 70% ഉണ്ട്. ഈ 20 വർദ്ധിപ്പിക്കാൻ പറ്റില്ലേ? 40 ലക്ഷം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് അനിവാര്യമാണ് കേട്ടോ, അവരെ മാറ്റാനൊന്നും കഴിയില്ല. പക്ഷെ ഇത് കാണിക്കുന്നത് കേരളത്തിൽ തൊഴിലവസരങ്ങളുണ്ട്. നമ്മുടെ ഈ സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് നൈപുണ്യ പരിശീലനം നൽകുകയും വീടിനടുത്തുള്ള തൊഴിലവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ അവിടെ ജോലി നോക്കാൻ പറ്റും. ഈ ട്രാക്കും ഉണ്ട്. അപ്പൊ ഇങ്ങനെ 4 ട്രാക്കിലായിട്ടുള്ള വലിയൊരു ഇടപെടലാണ് ഞാനിവിടെ അവതരിപ്പിച്ചപ്പോ പ്രവാസമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന മേഖല മാത്രമാണ് പറഞ്ഞത്. നോളജ് ഇക്കോണമി എന്നുള്ളത് നമ്മൾ അവതരിപ്പിക്കുന്നത്. കൃഷിയും വ്യവസായവും സർവീസ് സെക്ടറും അങ്ങനെ പരമ്പരാഗതമായിട്ടുള്ളതിന്റെയും വിശ്രുത രൂപത്തിലുള്ളതിന്റെയും പലതും പയറ്റിയിട്ടും കഴിഞ്ഞ 40 കൊല്ലമായി കേരള ഇക്കോണമിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് പ്രവാസത്തേക്ക് പോയവർ നാട്ടിലേക്ക് അയക്കുന്ന സമ്പാദ്യമായിരുന്നു എന്നുള്ളത് തർക്കമില്ലാത്ത യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മുടെ മൈഗ്രേഷന്റെ സ്വഭാവം മാറുകയാണ്. ഇപ്പൊ മൈഗ്രേറ്റ് ചെയ്യുന്നവർ നാട്ടിലേക്ക് പണം അയക്കാനോ അവിടെ എന്തെങ്കിലും പോയി അവിടെ സെറ്റിൽ ചെയ്യാനോ വേണ്ടി പോകുന്നവരല്ല. അവര് എങ്ങനെയാണ് കേരളത്തിൽ തന്നെ അവർക്ക് ആകർഷണം തോന്നുന്ന വിധത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടത് എന്നും അത് സസ്റ്റൈനബിൾ ആയി മുന്നോട്ട് പോകേണ്ടത് എന്നുമുള്ളതിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ പേരാണ് കേരളത്തെ നോളജ് ഇക്കോണമിയായി പരിവർത്തനപ്പെടുത്തുക എന്നുള്ളത്. അതൊരു രാത്രി കൊണ്ടോ ഒരു ആഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ സംഭവിക്കുന്നതല്ല. അതൊരു വലിയ പ്രക്രിയയാണ്, ഒരു തുടർ പ്രക്രിയയാണ്. അത്തരത്തിലേക്ക് കേരളം മാറണമെങ്കിൽ അതിനൂതനത്വം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള സംരംഭങ്ങളും തൊഴിലവസരങ്ങളും കേരളത്തിൽ സൃഷ്ടിക്കപ്പെടണം. അത് കേരളത്തിലേക്ക് വരുന്ന പുതിയ ഇൻവെസ്റ്റ്മെന്റ്, കേരളയുടെ ഭാഗമായിട്ടടക്കം വരുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ സ്വഭാവത്തെ മാറ്റിയെടുത്തുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വരുംകാലങ്ങളിലേക്കുള്ള ലോകത്തെ കേരളത്തിൽ ആദ്യമേ കരുപ്പിടിപ്പിക്കുക എന്നുള്ളൊരു ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതിയാണ്. അവിടേക്ക് എത്തണമെങ്കിൽ കറന്റ് അൺഎംപ്ലോയ്മെന്റിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. ആ അൺഎംപ്ലോയ്മെന്റിനെ, തൊഴിലില്ലായ്മയെ പരിഹരിക്കുന്നതിന് ഇപ്പോഴുള്ള സ്കിൽ ഗ്യാപ്പ് എന്താണോ അത് പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്ന ആദ്യത്തെ ഒരു ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിജ്ഞാന കേരളം എന്നീ പദ്ധതിക്ക് പേര് തന്നെ വന്നത്.
വിജ്ഞാനം എന്ന് പറഞ്ഞാൽ കേവലം അറിവല്ല, പകരം തൊഴിലെടുക്കാനുള്ള അറിവാണെന്നും തൊഴിലിനുള്ള കഴിവാണ് എന്നുമുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, ഗൾഫിലെ ജോലികളുടെ സ്വഭാവം മാറുകയാണ്. ഗൾഫിലെ ജോലികളുടെ സ്വഭാവം മാറുന്നു. നാളേക്കുള്ള തൊഴിലവസരങ്ങളെ പറ്റി ഗൾഫിൽ ഇപ്പോൾ തന്നെ വളരെ കൃത്യമായ ചർച്ചകൾ നടക്കുന്നു. അപ്പൊ ഇതിലേക്കൊക്കെ നമ്മുടെ ആളുകൾ ഇപ്പോഴേ ഒരുങ്ങണം. നമുക്ക് ഒരു ജനറേഷനെ തന്നെ നമുക്ക് ഒരു പക്ഷേ സ്കിൽഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളതിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. ഇനിയും ഒരു തലമുറയെ കൂടി നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. മാത്രമല്ല ഈ തലമുറയെ ഇനി നാട്ടിൽ തന്നെ സൃഷ്ടിച്ച് അവിടെ തന്നെ അവരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടിന്റെ ഒരു തുടക്കമാണ് നമ്മുടെ ഈ പദ്ധതി.